In addition to that, we are going to provide some basic protections to the people of Kerala. അതുമാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ചില അടിസ്ഥാനപരമായ സുരക്ഷാ നടപടികൾ അനിവാര്യമാണ്. That will be like a protective cover for the people of Kerala. Protective cover. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സുരക്ഷാ വലയം എല്ലാ അർത്ഥത്തിലും ജീവിത രംഗത്ത് പണിതു കൊടുക്കേണ്ടതുണ്ട്. So we have 5 guarantees which we are proposing for the people of Kerala. 5 ഗ്യാരണ്ടികളാണ്, 5 ഉറപ്പുകളാണ്, പഞ്ചവ്യവസ്ഥകളാണ് ഈ രംഗത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത്. So the first guarantee is a free bus travel for all women in KSRTC buses. ആദ്യത്തെ ഗ്യാരണ്ടി, കേരളത്തിലെ KSRTC വാഹനങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം തീർത്തും സൗജന്യമായ നിരക്കിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. 1,000 rupees a month financial assistance to college going girl students. മാസാന്തം 1000 രൂപ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് നൽകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. Welfare pensions increased to 3,000 rupees a month. ക്ഷേമ പെൻഷൻ മാസാന്തം 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. The Congress government in Rajasthan came up with a fantastic health insurance scheme. രാജസ്ഥാനിലെ ഗവൺമെന്റ് വളരെ സമഗ്രമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. It was praised all over the world. അത് ലോകത്ത് മുഴുവനും പ്രശംസിക്കപ്പെട്ടു. And one of our greatest leaders was Oommen Chandy ji. നമ്മുടെ മഹാന്മാരായ നേതാക്കളിൽ പെടുന്ന വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻ ചാണ്ടി ജി. So we are going to name the new health insurance scheme for Kerala after Oommen Chandy ji. ഉമ്മൻ ചാണ്ടിയുടെ കാലശേഷം കേരളത്തിലെ ആ ഇൻഷുറൻസ് സംഭവത്തിന് അതിന് തകർച്ച സംഭവിച്ചിട്ടുണ്ട്. And that is going to provide 25 lakh rupees of insurance for every household. ഓരോ വീടിനും ഓരോ കുടുംബത്തിനും 25 ലക്ഷം വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. Up to 5 lakh interest-free loans for youngsters who want to start their businesses. അതിൽ 5 ലക്ഷം വരെയുള്ളവർക്ക് അതിൽ 5 ലക്ഷം വരെ ചെറുപ്പക്കാർക്ക്, പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് സൗജന്യമായി കടം, ഫ്രീ ലോൺ നൽകുന്നതിനായിരിക്കും ഉപയോഗപ്പെടുത്തുക. And a dedicated ministry for senior citizens welfare. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി, അവർക്ക് സേവനത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക മന്ത്രാലയം പ്രായം ചെന്നവർക്ക് വേണ്ടി തുടങ്ങാൻ നാം തയ്യാറാകും. You know, today I had a talk with some technology experts. ഇന്ന് ചില സാങ്കേതിക വിദഗ്ധരുമായിട്ട് സംഭാഷണം നടത്താൻ എനിക്ക് അവസരമുണ്ടായി. And we discussed the future of Kerala with regards to technology, with regards to data. ഡാറ്റയുമായി ബന്ധപ്പെട്ട്, സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് അവരോട് വളരെ ഗൗരവത്തിൽ ചർച്ച നടത്താൻ സാധിച്ചു. And one of the questions I was asked in that conversation was, when are we going to see that freebies are not given to people in politics anymore? That freebies എന്നാണ് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പ്രദാനം ചെയ്യാനും പോകുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായിട്ട് ഞാൻ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. And my answer to the question was that freebies are actually given to Adani and Ambani. ഞാൻ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാനുണ്ടായ കാരണം, ഈ ഫ്രീബീസ് എപ്പോഴും നൽകപ്പെടുന്നത് അദാനിക്കും കൂട്ടർക്കും മാത്രമാണ് ഈ രാജ്യത്ത്. Lakhs of crores of their loans are forgiven. കോടിക്കണക്കിന് വരുന്ന അവരുടെ കടങ്ങളാണ് എഴുതി തള്ളിയിട്ടുള്ളത്. They are given huge tracts of land for free. അവർക്ക് ഫ്രീ ആയിട്ട് ഏക്കർ കണക്കിന് ഭൂമി വിട്ടുകൊടുത്തിരിക്കുകയാണ്. So it is absolutely correct for us to provide protection to the poorest people of our state.
അതുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സുരക്ഷ നൽകുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. And we are proud that we are providing this protection to the people of Kerala. ഇതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ സുരക്ഷ പ്രദാനം ചെയ്യാൻ സാധിക്കുമെന്ന് നാം തീർച്ചയായും പ്രത്യാശിക്കുന്നു. Finally, I'd like to end with a little bit of political advice. അവസാനം എനിക്കല്പം രാഷ്ട്രീയ ഉപദേശവും നിങ്ങളുടെ മുമ്പാകെ വെക്കാം. And this is not coming from me, but this is coming from the people of Kerala. ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. And it is advice to the leadership of the UDF. അത് മുമ്പിലിരിക്കുന്ന നിങ്ങളോടല്ല, വേദിയിലുള്ള നേതാക്കളോടാണ്, UDF-ന്റെ നേതാക്കളോടാണ് എനിക്ക് നടത്താൻ. Not from me, but from the people of Kerala. എൻ്റെ ഭാഗത്ത് നിന്നല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നാണ് ആ നിർദ്ദേശവും ഉപദേശവും. So don't get angry with me, I am the messenger only. അതുകൊണ്ട് എന്നോട് ദേഷ്യം പിടിക്കരുത്, ഞാൻ ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എത്തിച്ചു നൽകുന്ന ഒരു ദൂതൻ മാത്രമാണ്.